ഹായ് ഓൾ. അപ്പോൾ ഞാൻ ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാമെന്ന് പ്ലാൻ ചെയ്യുകയാണ്. അതായത് നമ്മുടെ സജി തേരുളി എന്ന് പറഞ്ഞിട്ടൊരു ഹൃദയം തന്നെ കൂട്ടുകൂടെ ആളുടെ ചാനലിൽ നോക്കിയപ്പോൾ എനിക്ക് നല്ലൊരു റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്ന് ഒരു പ്രതീക്ഷയുള്ളൊരു റെസിപ്പി കിട്ടിയായിരുന്നു. അപ്പം ഞാനത് ഉണ്ടാക്കാനായിട്ട് കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അപ്പോൾ ഇന്നലെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളെല്ലാം വാങ്ങി ചിക്കനൊക്കെ വാങ്ങി സെറ്റാക്കി വെച്ചപ്പോഴാണ് ഇന്നലെ കറണ്ട് പോയായിരുന്നു. കറണ്ട് പോയിട്ട് ഈ നിമിഷം വരെ വന്നിട്ടില്ല. ഇടയ്ക്ക് ഒരു 10-15 മിനിറ്റ് വന്നിട്ട് പോയി. അപ്പോൾ ഇന്നലെ തന്നെ ഫോണൊക്കെ ഓഫായി. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എടുത്തിട്ട് അതിൻ്റെ ഒരു ഫസ്റ്റ് 2 സ്റ്റെപ്പ് കാര്യം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി ബാക്കിയുള്ളത് ഈ കുറച്ച് ചാർജ് കയറിയതിൽ വെച്ച് എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഒരു അറ്റംപ്റ്റാണ്. മുന്നേയൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത്രയ്ക്ക് അങ്ങോട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടില്ല. പക്ഷേ ഇതെന്തോ ഒരു പ്രതീക്ഷയുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അപ്ലോഡ് ചെയ്തേക്കട്ടെ. ഇനി ബാക്കി ഒരു 2 സ്റ്റെപ്പ് പിന്നെ ഫ്രൈ ചെയ്തെടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇങ്ങനെ മാരിനേറ്റ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് മേടിച്ചുകൊണ്ട് വരുമ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് ഈ ചിക്കൻ ഇങ്ങനെ ഫുള്ളായിട്ട് മൂടി നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു ടേബിൾ സ്പൂൺ ഉപ്പും പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ ചേർത്തിട്ട് 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. എന്നാൽ മാത്രമേ ചിക്കൻ്റെ ഉള്ളിലൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ബ്ലഡൊന്നും വരാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് വേണം മാരിനേറ്റ് ചെയ്യാനേ. അപ്പോൾ നിങ്ങൾ ഫ്രിഡ്ജിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ കുക്ക് ചെയ്യുന്നതിന് 1 മണിക്കൂർ മുന്നെങ്കിലും എടുത്ത് മാറ്റി വെച്ചേക്കണം കേട്ടോ. അപ്പോൾ ഇതിൽ നമ്മുടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ ലിസ്റ്റ് ഞാൻ കൊടുത്തേക്കാം. കറക്റ്റ് ഞാൻ മെഷർമെൻറ്റിലാണ് ആ ചാനലിൽ പറഞ്ഞിട്ടുള്ള കറക്റ്റ് മെഷർമെൻറ്റിൽ. എൻ്റെ കയ്യിൽ മെഷറിങ് സ്പൂൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ മുമ്പ് എപ്പോഴോ കേക്കോ മറ്റോ ഉണ്ടാക്കാനായിട്ട് വാങ്ങിയ മെഷറിങ് സ്പൂൺ ഉപയോഗിച്ച് തന്നെയാണ് കറക്റ്റ് മെഷർമെൻറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ സ്പൂൺ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കറക്റ്റ് ടേബിൾ സ്പൂൺ ടീസ്പൂൺ മാറിപ്പോവാതിരുന്നാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 3.5-4 hours അത്രയും ആവാനായി കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമുക്കിത് കോട്ട് ചെയ്ത് ഫ്രൈ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കോൺഫ്ലോർ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അര ഗ്ലാസ് എന്ന് പറയുമ്പോൾ ഒരു 120 ml ആണ്. അപ്പോൾ ഞാൻ കറക്റ്റ് മെഷർമെൻറ്റിൽ തന്നെയാണ് ചേർത്തേക്കുന്നത്. അര ഗ്ലാസ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിൽ ഒരു പകുതി എടുത്താൽ മതി. ഇപ്പോൾ അതേ ചേർക്കുന്നത് മൈദയാണ്. അതും ഒരു അര ഗ്ലാസ് ആണ് കേട്ടോ ചേർക്കുന്നത്. ഇതിൽ മെഷർമെൻറ്റിൻ്റെ കാര്യം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം കറക്റ്റ് അളവിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം ഉപ്പാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ചില്ലി പൗഡറാണ്. അതായത് നിങ്ങൾക്ക് ടേബിൾ സ്പൂണും ടീസ്പൂണും ദയവ് ചെയ്ത് മാറിപ്പോവാതിരിക്കുക. എന്നിട്ട് നമ്മൾ ചേർക്കുന്നത് ഒരു അര ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കേട്ടോ, 1/4 ടീസ്പൂൺ ഗരം മസാലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഇതാണ് കേട്ടോ, ബേക്കിംഗ് പൗഡറാണ്. നമ്മളിത് ബേക്കിംഗ് പൗഡർ കേക്കിനും എല്ലാത്തിനും യൂസ് ചെയ്യുന്നതാണ്. ബേക്കിംഗ് സോഡയല്ല. അപ്പം നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു അര ടേബിൾ സ്പൂൺ വിനീഗറാണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, സ്കിപ്പ് ചെയ്യാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് 1 കപ്പ് തണുത്ത പാലാണ് കേട്ടോ. 1 കപ്പ് എന്ന് പറയുമ്പോൾ 240 ml വരും. ഞാൻ ഈ ഒരു കപ്പിലാണ് കേട്ടോ. ഞാൻ നേരത്തെ കോൺഫ്ലോറിൻ്റെ മൈദയുടെയൊക്കെ കാര്യം പറഞ്ഞാൽ ഇതേ അളവിന് 1 കപ്പിൽ പകുതി എടുത്താൽ മതി അതൊക്കെ. അപ്പോൾ നമ്മൾ ഇത് 1 ഗ്ലാസ് ഫുള്ളായിട്ട് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കുക. നല്ല തണുത്ത പാൽ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഫുള്ളായിട്ട് ഒഴിക്കരുത്, കട്ട കുത്തും. അപ്പോൾ പതി ഒഴിച്ച് നന്നായിട്ട് ലംസൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അഥവാ ലൂസായി പോവുകയാണ് അല്ലെങ്കിൽ തിക്കായി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് പാലോ അല്ലെങ്കിൽ മൈദയോ ചേർത്ത് നിങ്ങൾ വേണ്ടത്ര രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് വേണ്ടത് ഫസ്റ്റ് കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു 500 ഗ്രാമോളം, അതായത് അര കിലോ മൈദ ചേർക്കുക. അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കട്ടെ. ഇതിൽ ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല, ഇത് 2 മാത്രം മതി. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതാകുമ്പോൾ ഫുള്ളായിട്ട് നന്നായിട്ട് മിക്സ് ആയിക്കോളും. എന്നിട്ട് നമ്മുടെ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നിറയെ എണ്ണ ഒഴിക്കുക. ചിക്കൻ നന്നായിട്ട് മുങ്ങി പൊരിയണം, എന്നാൽ മാത്രമേ എണ്ണ കുടിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോട്ടിങ്ങിനുള്ള മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചിക്കൻ പീസ് എടുത്ത് വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മാവ് കൊണ്ട് ഒന്ന് പൊതിയുക. എന്നിട്ട് ജസ്റ്റ് കൈകൊണ്ട് ഇങ്ങനെ മാവ് കൂട്ടി പിടിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് കുടയുക.
എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഈ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററിൽ ഇതുപോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുക. ഇതുപോലെ ഒരു ടോങ് കയ്യിലുണ്ടെങ്കിൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ പിന്നെ ഭയങ്കര മെസ്സി ആയി പോട്ടോ ഇത് ചെയ്യുമ്പോൾ. പിന്നെ ഇത് നമ്മൾ കൈ കൊണ്ട് എടുക്കുക, പിന്നെ കൈ വാഷ് ചെയ്യുക, പിന്നെ ആ മാവിൽ മുക്കുക. അപ്പോൾ പിന്നെ ഭയങ്കര ഒരു എന്താ പറയുക മെസ്സി ആയി പോവും. അപ്പോൾ അതിനേക്കാളും ഇങ്ങനെ ഒരു ടോങ് കയ്യിലുണ്ടെങ്കിൽ നല്ലതാണ്, അല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നമ്മൾ അതേ മാവിൽ തന്നെ വെക്കുക. നന്നായിട്ട് ആ മാവ് കൊണ്ട് മൂടുക കേട്ടോ. ഡയറക്റ്റ് ചിക്കനിൽ പിടിക്കരുത്. മാവ് ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈയൊക്കെ കഴുകുന്ന പോലെ ഇങ്ങനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, അമർത്തി പ്രസ് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുടയുക. ഇപ്പോൾ കുടയുന്നതിലാണ് കാര്യങ്ങൾ. നന്നായിട്ട് കുടയുമ്പോഴാണ് നല്ല ക്രസ്റ്റ് രൂപപ്പെടുന്ന KFCയിലൊക്കെ കിട്ടുന്ന ഒരു ക്രസ്റ്റ് ഇല്ലേ, ആ ഒരു ടെക്സ്ചർ കിട്ടുന്നത് ഇങ്ങനെ കുടഞ്ഞു കൊടുക്കുമ്പോഴാണ്. നന്നായിട്ട് കുടയുക. എന്നിട്ട് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇത് മാറ്റി വയ്ക്കുക. അതേ കണ്ടില്ലേ, ഇതുപോലെ ക്രസ്റ്റ് വരും. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി ആക്കി വെച്ച പീസസൊക്കെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരിയും തിക്കിയിട്ട് ഫ്രൈ ചെയ്യരുത് കേട്ടോ. ഒരു 2-3 എണ്ണം അത്രയും മാത്രമേ മാക്സിമം വരാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഇടുമ്പോൾ ഇങ്ങനെ ഡയറക്റ്റ് അങ്ങ് ഇട്ട് കൊടുക്കാതിരിക്കുക, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പിടിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിൽ വെക്കുക. ഒരു 10-11 മിനിറ്റ്, അല്ലെങ്കിൽ മാക്സിമം പോയ 12 മിനിറ്റ് കൊണ്ട് ഈ ചിക്കൻ പീസസൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും. ഒത്തിരി വലിയ പീസ് വേണ്ട, സാധാരണ നമ്മൾ കറിക്കൊക്കെ മേടിക്കുന്ന പോലത്തെ പീസ് മതി. അപ്പോൾ നല്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് എടുക്കാനാവുന്ന 1 മിനിറ്റ്, ഒറ്റ മിനിറ്റ്, ലാസ്റ്റത്തെ 1 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എടുക്കുക. അതാകുമ്പോൾ എണ്ണ കുടിക്കാണ്ട് തന്നെ നമുക്ക് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇതേ കണ്ടില്ലേ, സൂപ്പറായിട്ടുണ്ട്. നല്ല ടെക്സ്ചറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആദ്യത്തെ ഒരു ബാച്ച് 3 എണ്ണം പൊരിച്ചെടുത്തിട്ടുണ്ട്. അതെ കണ്ടില്ലേ, ഇതാണ് നമ്മൾ ഡേ ലൈറ്റിൽ വന്നിട്ട് അതിൻ്റെ ഒരു ഇത് കണ്ടോ, ടെക്സ്ചർ കണ്ടോ, സൂപ്പറായിട്ട് നമ്മൾ KFCന്ന് മേടിക്കുന്ന പോലെ തന്നെ കിട്ടിയില്ലേ, അടിപൊളിയായിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പീസസും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനലി ബ്രോസ്റ്റഡ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാം അടിപൊളിയാണ്, നല്ല ക്രിസ്പിയാണ്, സൂപ്പറായിട്ടുണ്ട്. ഉള്ളിൽ നല്ല ജ്യൂസിയുമാണ്, നല്ല സോഫ്റ്റുമാണ് കേട്ടോ ചിക്കൻ. KFC അല്ല, ബ്രോസ്റ്റഡ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു പീസ് എടുത്ത് കഴിച്ചു നോക്കാം. ആനീസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ റെഡി ആയിട്ട്. നല്ല ക്രിസ്പിയാണ്, അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും ഞാൻ ഒന്നുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, നമ്മൾ പുറത്തു നിന്നൊക്കെ മേടിക്കുന്ന ടേസ്റ്റ് തന്നെയുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുണ്ട്, അടിപൊളി ടെക്സ്ചറും കിട്ടിയിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ആണ്. ഷെഫിൻ്റെ റെസിപ്പി ഒന്നും പറയാനില്ല. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത്രയും നല്ല റെസിപ്പി പറഞ്ഞത് നമ്മുടെ ഷെഫിന് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ബൈ. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.